ലോകവിപണിയിലേക്ക് വഴി തുറക്കാൻ വിഴിഞ്ഞം സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ. എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്സിം ഉടൻ തുടക്കമാകും. സ്പെയിനിലേക്കുള്ള ആദ്യ എക്സിം കണ്ടെയ്നർ മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളാണ് മുഖ്യാതിഥി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര ലോജിസ്റ്റിക് പദ്ധതിക്കും തുടക്കമാകും. അരുൺ സോളമൻ ഇപ്പോൾ ഉണ്ട്. അരുൺ സോളമൻ, മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്ന് നമ്മൾ കരുതുന്നു. എന്താണ് മനസ്സിലാക്കുന്നത്? എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10:30 പരിപാടിയെങ്കിലും 10:45 പരിപാടി നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ അദാനി പോർട്ട് ഉടമകളുമായിട്ട് പ്രതിനിധികളുമായിട്ട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെന്ന് കരുതുന്നു. അവിടുത്തെ സാങ്കേതിക വിദഗ്ധരും ഒപ്പം തന്നെ ഈ ബിസിനസ് കൈകാര്യം ചെയ്യുന്നവരും കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയാണ് ഒരു പ്രസന്റേഷനിലൂടെ. ഇന്നു മുതൽ വിഴിഞ്ഞത്തിന്റെ മുഖച്ഛായ മാറാൻ പോവുകയാണോ? തീർച്ചയായിട്ടും അരുൺ, വിഴിഞ്ഞം ലോകത്തിന് മുന്നിൽ വലിയൊരു മാതൃകയായി വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എക്സിം ചരക്ക് നീക്കത്തിന്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. അതോടുകൂടി വിഴിഞ്ഞം ഈ ലോക വ്യാപാര മേഖലയിലേക്ക് വഴി തുറക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയൊരു വാതിൽ തുറക്കാനായിട്ട് വിഴിഞ്ഞം മുന്നോട്ട് വരികയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞത്ത് എത്തിയതിനു ശേഷം തന്നെ വിസിൽ അധികൃതരും അതുപോലെ തന്നെ മറ്റ് തുറമുഖ അധികൃതരുമായിട്ട് ഏകദേശം 20 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു. കുറച്ച് മുമ്പാണ് ഇപ്പോൾ ഈ ബർത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ വിലയിരുത്തി. ആദ്യഘട്ടത്തിൽ ഡഗ്ഗിൽ പോയി മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹം വീണ്ടും ഇപ്പോൾ ഉദ്ഘാടന വേദിയിലേക്ക് മടങ്ങി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറുമ്പോൾ തന്നെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ ഉള്ള അറിയിപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് പങ്കെടുക്കില്ല. ഡൽഹിയിൽ നിൽക്കണം, പുനഃസംഘടന അടക്കമുള്ളതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിൽക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകി എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഓൺലൈൻ വഴിയാണെങ്കിലും പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് 10:45 എക്സിം കാർഗോ സേവനങ്ങളുടെ ഉദ്ഘാടനം. ആദ്യ കണ്ടെയ്നർ സ്പെയിനിലെ വാലൻസിയ തുറമുഖത്തേക്കാണ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. നിലമേൽ എക്സ്പോർട്സിന്റെ കണ്ടെയ്നറാണ് ആദ്യഘട്ടത്തിൽ കയറ്റുമതി ചെയ്യുക. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറുന്നത് നിലവിൽ കൊളംബോ, ദുബായ് അടക്കമുള്ള ഈ തുറമുഖങ്ങളെയാണ്. നാളിതുവരെ നമ്മൾ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അതിന് 90 അതുപോലെ തന്നെ 60 മുതൽ 90, 100 ദിവസങ്ങൾ വേണ്ട ഇടത്താണ് വിഴിഞ്ഞം ഈ ഒരു നാവിക ഭൂപടത്തിൽ നങ്കൂരമിട്ട് ഇപ്പോൾ എക്സിം കാർഗോ സേവനങ്ങളുടെ ഉദ്ഘാടനം കഴിയുമ്പോൾ അത് കേവലം 28 ദിവസം മുതൽ 37 ദിവസം വരെ ആ ദിവസങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടെയ്നറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെയും ഇപ്പോൾ കസ്റ്റംസിന്റെ ചില നിബന്ധനകളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമേ ഇപ്പോൾ നിലവിലുള്ള ഈ കണ്ടെയ്നറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ കഴിയൂ. കാരണം നിലവിൽ ഈ നിലമേൽ എക്സ്പോർട്സിന്റെ 20 അടിയുള്ള കണ്ടെയ്നറുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് നിലവിൽ ഈ സ്പെയിനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ദിവസങ്ങളിലേക്ക് നിലവിൽ ഈ കസ്റ്റംസിന്റെ വ്യവസ്ഥകളിൽ വീണ്ടും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പൂർണ്ണതോതിൽ 40 അടിയുള്ള വലിയ കണ്ടെയ്നറുകളിലേക്കും ഈ കയറ്റുമതി ഇറക്കുമതി ചെയ്യാൻ കഴിയും. നിലവിൽ നമ്മുടെ റോഡ് കണക്ടിവിറ്റി പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ചില വെല്ലുവിളികൾ ഇപ്പോഴും ഉണ്ട്. ഇനി ഇതൊരു എന്തായാലും ഒരു മാതൃകയായി മാറുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ ചില വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കർമ്മ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ ഈ കണ്ടെയ്നറുകൾ റോഡിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിലുപരിയായി ഇന്ന് ഈ ചടങ്ങിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് 400 കോടി രൂപയുടെ മിഷൻ സമുദ്ര പദ്ധതിയും മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 8 വ്യാവസായിക ക്ലസ്റ്ററുകളിലും അതുപോലെ തന്നെ പുതിയ 3 നഗരങ്ങളും കേരളത്തിലെ 600 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് മിഷൻ സമുദ്ര പദ്ധതി വരുന്നത്. അതിലൂടെ വമ്പൻ നിക്ഷേപ പദ്ധതികൾ സാധ്യമാകുമെന്നുള്ള പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എക്സിമിന് ഉദ്ഘാടനമാവുകയാണ്. അതായത് ഇന്നു മുതൽ വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നർ ലോറികൾ കേരളത്തിലേക്ക് ഒഴുകും. കേരളത്തിന് പുറത്തേക്കും റോഡ് മാർഗം പോകും. കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വരുന്ന കണ്ടെയ്നറുകൾ കേരളത്തിലൂടെ വന്ന് നേരെ വിഴിഞ്ഞം വഴി നേരെ അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇന്നു മുതലാണ് ശരിക്കും പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് പൂർണ്ണമായിട്ടും ഓപ്പറേഷണലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി മുതൽ കേരളത്തിന്റെ വരുമാനം എന്നുള്ളത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.